ഞായറാഴ്ച ദിവസമായിട്ടും അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതേ മാള് ഉച്ചയാകുമ്പോൾ വന്നിട്ടുണ്ടായി. ഞായറാഴ്ച ആയിട്ടും കുട്ടിക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്യൂഷന് പോകുന്ന വഴിക്ക് എനിക്കൊരു സാധനം തരാൻ വേണ്ടി കയറിയതാണ്. വേറെ ഒന്നുമല്ല, മേമെന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് കൊടുന്നു തരാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അത്രയും തുറന്നു നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മേമ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മേമയുടെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ ഞാൻ മേമ ഉണ്ടാക്കി ബിരിയാണി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും അത് കൊളാവാറുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ബിരിയാണി ഞാനും കൂടെ സെറ്റ് ആവണില്ല. പിന്നെ ഇതാ അമ്മ പണിമാറ്റി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ടോ. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ എനിക്കുമ്പോൾ നല്ല മഴ. നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയുണ്ടോ? ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അച്ഛനൊന്ന് ലീവാണ് കേട്ടോ. അച്ഛനും നല്ല ഉറക്കായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം എനിച്ചപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. പിന്നെ അമ്മ ഇതേ കുക്കറിൽ നമ്മുടെ ചക്കരക്കിഴങ്ങ് ഉണ്ടായിരുന്നല്ലോ, അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതേ തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ വേവിക്കുക. അപ്പോൾ ഈ തൊലി ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛതേ നല്ല ഉറക്കാണ് കേട്ടോ. പിന്നെ ഇതേ നന്നായി മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ചായ ഒക്കെ എടുത്തിട്ട് ഉമ്മർത്തിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴയൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ചിരുന്നിട്ട് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതും കട്ടൻ ചായയും കൂടി കഴിക്കാൻ കേട്ടോ. പിന്നെ കുറേ പേര് കമൻറ്റ് കണ്ടു ഞാൻ തടി കുറഞ്ഞു. ഞാൻ തടി കുറഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ കുത്തനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ അതിൽ മെലിഞ്ഞ പോലെ തോന്നുന്നതാണ്. ശരിക്കും പറയാച്ച ഞാൻ അപ്പോൾ നന്നായി തടി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു 5:30 ആകുമ്പോഴേ മാളുതെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പോണ വഴിക്ക് കയറിട്ടോ. അങ്ങനെ കുറച്ച് നേരം വെള്ളെടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ അച്ഛൻ ഞാൻ വീട്ടിൽ പോട്ടെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പോൾ ഞാൻ പോകണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പച്ചമുളക് എങ്ങനെ വറക്കണേന്ന് കുറേ പേരായി ചോദിക്കണം. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പച്ചമുളക് കഴുകിയിട്ട് ഇതേപോലെ നടു കീറുക. എന്നാലും ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ നടു കീറിയാൽ. പിന്നെ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇതേ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ വേവേണ്ട ഒരു വെള്ളം കേട്ടോ. അങ്ങനെ ഇതേ അമ്മ ഇത്ര വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇങ്ങനെ വേവിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ വറ്റണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പാത്രത്തിൻ്റെ ചുറ്റോറും ഉപ്പ് ഇങ്ങനെ പിടിക്കും. പക്ഷെ പേടിക്കണ്ട, അത് കഴുകിയാൽ പോകട്ടോ. അങ്ങനെ ഇതേ വെള്ളം വറ്റി കഴിഞ്ഞു വെച്ചാൽ നമ്മളതിക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ പച്ചക്കറികളിലൊക്കെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുളക് വറുത്തത്. ഇതുണ്ടെങ്കിൽ നന്നായിട്ട് ഞാൻ ഫുഡ് അടിക്കാറുണ്ട്. ഞാൻ നേരത്തെ ചോറിനാൻ വേണ്ടി ഇരുന്നോട്ട് ഒരു 6:45 ആകുമ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം അമ്മ വേഗത മുളക് വറുത്തു തന്നോട്ട്. അപ്പം നമുക്കിന്ന് കറി ഉണ്ടായിരുന്നത് ചക്കരക്കിഴങ്ങും ചെമ്മന്തണ്ടും കുത്തി കാച്ചിയതും പിന്നെ മുളക് വറുത്തത് പിന്നെ മീൻകറിയൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.